We shall now discuss how NAND gate functions as a universal gate. ഇപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം NAND ഗേറ്റ് ക്യാൻ പെർഫോം ദി ഫങ്ഷൻ ഓഫ് ഓൾ ദ 3 ബേസിക് ലോജിക് ഗേറ്റ്സ്. അതായത് നാൻഡിന് നോട്ടായിട്ടും ഓറായിട്ടും ആൻഡായിട്ടും അതിന് പെർഫോം ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു NAND ഗേറ്റ് വരയ്ക്കാം. ആൻഡ് വരച്ചിട്ട് ഒരു ബബിൾ ഇട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് എ NAND ഗേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം NAND ഗേറ്റ് ആസ് നോട്ട് ഗേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇൻപുട്ട്സും കൂടെ ടൈ ചെയ്ത് ഒരുമിച്ച് കൊടുത്തു, എ എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. വി ഷാൽ സീ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിലും ഇവിടെയും എ ആണ് എത്തുന്നത്, ഇവിടെയും എ ആണ്. സോ ദ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ അല്ലേ. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ എ ഇൻറ്റു എ, പിന്നെ നാൻഡ് ആയതുകൊണ്ട് ഇനി ഇതിലൊരു കോംപ്ലിമെൻറ്റ് കൂടി ചെയ്യണം. എ ഇൻറ്റു എ ചെയ്താൽ വാട്ട് ഈസ് ദ റിസൾട്ട്? ഇപ്പോൾ 1 ഇൻറ്റു 1 ചെയ്താൽ 1 ആണ്, 0 ഇൻറ്റു 0 ചെയ്താൽ 0 തന്നെയാണ്. അതായത് എ ഇൻറ്റു എ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എ തന്നെയാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് നൗ ദ NAND ഗേറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് എ നോട്ട് ഗേറ്റ്. ഇപ്പോൾ രണ്ട് ഇൻപുട്ട്സ് കൂടെ ടൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദ NAND ഗേറ്റ് വിൽ ഫങ്ഷൻ ആസ് എ നോട്ട് ഗേറ്റ്. Now we shall see how the NAND gate functions as an AND gate. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഇൻപുട്ട്സ് കൊടുക്കുന്നു. ഈ NAND ഗേറ്റിലേക്ക് വി ആർ ഗിവിങ് 2 ഇൻപുട്ട്സ്, അതായത് എ ആൻഡ് ബി. രണ്ട് ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? എ ഇൻറ്റു ബി, പിന്നെ ഒരു ബാറും കൂടെ ഉണ്ട് അല്ലേ. NAND ഗേറ്റ് ആയതുകൊണ്ട് എ ഇൻറ്റു ബി ബാറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇനി എ ഇൻറ്റു ബി ബാറിനെ നമ്മൾ ടൈ ചെയ്ത് വേറൊരു NAND ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്താൽ, ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും റിസൾട്ട്. അതൊരു നോട്ട് ഗേറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടു, രണ്ട് ഇൻപുട്ട്സിനെയും കൂടി ടൈ ചെയ്ത് കൊടുത്താൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ബാർ. ഇറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എ ബി ബാറിൻ്റെ വീണ്ടും ഒരു ബാർ, എ ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ദ റിസൾട്ട് ഈസ് y ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അപ്പോൾ ഹിയർ ദ NAND ഗേറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് ആൻ AND ഗേറ്റ്. ഓക്കെ, NAND ഗേറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് AND ഗേറ്റ്. ഇനി അതേപോലെ വി ക്യാൻ സീ ഹൗ ദ NAND ഗേറ്റ് ഫങ്ഷൻസ് ആസ് ആൻ OR ഗേറ്റ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻപുട്ടിനെ തന്നെ എ എന്നുള്ള ഇൻപുട്ടിനെ ടൈ ചെയ്ത് ഒരു NAND ഗേറ്റിലേക്ക് കൊടുത്തു. അതേപോലെ ബിയിനെ വേറൊരു NAND ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്സ് കൂടെ ടൈ ചെയ്ത് ബി എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബാറാണ്, ഇവിടെ കിട്ടുന്നത് ബി ബാറാണ്. ഇനി ഇത് രണ്ടിനെയും കൂടെ മൂന്നാമതൊരു NAND ഗേറ്റിലേക്ക് കൊടുക്കുന്നു. സോ ദ ഔട്ട്പുട്ട് ഈസ് y ഈസ് ഈക്വൽ ടു ഈ എ ബാറും ബി ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടെ എടുക്കണം അല്ലേ. ഇവിടെ എ ബാറും ബി ബാറും കൂടെ മൾട്ടിപ്ലൈഡ് ആവും ആൻഡ് ഗേറ്റ് ആകുമ്പോൾ, പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടെ എടുക്കുമ്പോൾ ഇവിടെ വി ആർ യൂസിങ് ഡി മോർഗൻസ് ലോസ്. ഡി മോർഗൻസ് ലോ എന്താണ്? എ ബി ദ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. ഇതാണ് ഡി മോർഗൻസ് ലോയിലെ ആദ്യത്തെ ലോ. എ ഇൻറ്റു ബി ദ ഹോൾ ബാർ, കോംപ്ലിമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ ആണ്. അപ്പോൾ ഇവിടെ അതേപോലെ വി ഹാവ് ടു ടേക്ക് ദ സം ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ്. എ ബാർ എന്നുള്ളതിൻ്റെ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ബാറിൻ്റെ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ഓർ ബി ആണ്. സോ ഹിയർ ദ NAND ഗേറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് ആൻ OR ഗേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട്സ് കൊടുത്തത് എനെയും ടൈ ചെയ്തു ബിനെയും ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ എ ബാറും ബി ബാറും അതിന് നമ്മൾ NAND ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബാർ ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ബാർ പ്ലസ് ബി ബാർ ബാർ. ഈ ഡി മോർഗൻസ് ലോ വെച്ചിട്ടാണ്
നമ്മളത് ചെയ്യുന്നത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ്. So the answer is A plus B. So here we have seen how the NAND gate functions as a NOT gate, how it functions as an AND gate and as an OR gate. The എല്ലാ ബേസിക് ലോജിക് ഗേറ്റ്സിൻ്റെയും ഫങ്ഷൻസ് ചെയ്യുന്നതുകൊണ്ട് we call the NAND gate as a universal gate. Similarly we can see how a NOR gate, NAND പോലെ NOR gate എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാം. NOR ഗേറ്റ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വി ഷൽ സി NOR ഗേറ്റ് ആസ് നോട്ട് ഗേറ്റ്. നേരത്തെ കണ്ട പോലെ നോട്ട് ഗേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അതിലുള്ള പോലെ തന്നെ ഇൻപുട്സ് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ സിമ്പിൾ ഓഫ് NOR ഗേറ്റ് വരച്ചു. ഇവിടെ നമ്മൾ എ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു. ഹിയർ വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് y. അപ്പോൾ എ തന്നെ ഓർ ആയതുകൊണ്ട് എ പ്ലസ് എ അല്ലേ, എ പ്ലസ് എ ദ ഹോൾ ബാർ. എ പ്ലസ് എ പറഞ്ഞാൽ എന്താണ് ആൻസർ? 1 + 1 ചെയ്താൽ 1 തന്നെ കിട്ടും. 0 + 0 ചെയ്താൽ ആൻസർ 0 തന്നെയാണ്. സോ ദ ആൻസർ ഓഫ് എ പ്ലസ് എ ഈസ് എ ഇറ്റ് സെൽഫ്. അതിനെ ബാർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ബാർ ഓർ എ കോംപ്ലിമെൻറ്റ്. സോ NOR ഈസ് ഫങ്ഷനിങ് ആസ് NOR ഗേറ്റ് ഈസ് നൗ ഫങ്ഷനിങ് ആസ് എ നോട്ട് ഗേറ്റ്. ഇനി അടുത്തത് വി ക്യാൻ സി ഹൗ ദ NOR ഗേറ്റ് ഫങ്ഷൻസ് ആസ് ആൻ OR ഗേറ്റ്. ഇപ്പോൾ 2 ഇൻപുട്സ് കൊടുക്കുക. എ ആൻഡ് ബി NOR ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ബാർ അല്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ബാർ. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി? ടൈ ചെയ്തിട്ട് വേറൊരു NOR ഗേറ്റിൻ്റെ ഇൻപുട്സായിട്ട് 2 ഇൻപുട്സും കൂടെ ടൈ ചെയ്ത് ഈ എ പ്ലസ് ബി ദ ഹോൾ ബാർ കൊടുത്തു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് y ഈക്വൽ ടു ഈ എ പ്ലസ് ബി ബാറിൻ്റെ വീണ്ടും ബാർ ആവും അല്ലേ. അതായത് ദ ഔട്ട്പുട്ട് വിൽ ബി എ പ്ലസ് ബി. Or now the NOR gate is functioning as an OR gate. Next we shall see how the NOR gate functions as an AND gate. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം എ എന്നുള്ള ഇൻപുട്ടിനെ ഇങ്ങനെ ടൈ ചെയ്ത് ആദ്യത്തെ ഒരു ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ എ ബാർ കിട്ടി. അതേപോലെ വേറൊരു NOR ഗേറ്റിൽ 2 ഇൻപുട്സ് കൂടെ ടൈ ചെയ്തു. എന്നിട്ട് ബി കൊടുത്തു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ബി ബാർ. ഇത് ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ എ ബാറും ബി ബാറും. ഇനി ഈ എ ബാറും ബി ബാറും വി ആർ ഗിവിങ് ഇറ്റ് ആസ് ഇൻപുട്സ് ഓഫ് അനദർ NOR ഗേറ്റ്. സോ വാട്ട് ഈസ് ദ ആൻസർ? y ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ അല്ലേ. OR ഗേറ്റ് പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടെ എടുക്കണം. അപ്പോൾ എഗെയിൻ ഹിയർ വി ഹാവ് ടു യൂസ് ഡി മോർഗൻസ് ലോസ്. അതായത് എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ബി ബാർ. ഇതാണ് ഡി മോർഗൻ സെക്കൻഡ് ലോ. അതായത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സം ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ്. സമ്മിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ അതിൻ്റെ ആൻസർ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എ ബാർ പ്ലസ് ബി ബാറിനെ ഹോൾ ബാർ ചെയ്താൽ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എ ബാറിൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി ബാറിൻ്റെ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. സോ ഹിയർ ദ NOR ഗേറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് AND ഗേറ്റ്. ഇവിടെ NOR ഗേറ്റ് AND ഗേറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ NOR ഗേറ്റിനെ നോട്ടായിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാം, ഓറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. 2 എണ്ണം കൊടുത്തിട്ട് വീണ്ടും ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് OR ഗേറ്റായി. ആൻഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കുമ്പോൾ 2 ഇൻപുട്ട്സ് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് എ ബാർ ബി ബാർ ആയി, എന്നിട്ട് അതിനെ NOR ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് എ ബി. സോ ബോത്ത് NAND ഗേറ്റ് ആൻഡ് NOR ഗേറ്റ് ക്യാൻ ഫങ്ഷൻ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്.